Hi guys, welcome to CTech Guy YouTube channel. So it's been a while that we have met up. Okay, നമ്മൾ മീറ്റ് ചെയ്തിട്ട് ഒരുപാട് കാലമായി. ഞാൻ ഈ ചാനലിൽ വന്നിട്ടും എന്തെങ്കിലുമൊക്കെ വീഡിയോ ഇട്ടിട്ടൊക്കെ ഒരുപാട് കാലമായി. സോ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഐ വാസ് എ ലിറ്റിൽ ബിറ്റ് ബിസി ദാറ്റ് വിത്ത് മൈ ജോബ് ആൻഡ് സം സ്റ്റാർട്ടപ്പ് ഓറിയൻറ്റഡ് തിങ്സ്. ഐ വാസ് ലിറ്റിൽ ബിറ്റ് ബിസി ആൻഡ് എനിക്ക് എൻ്റെ സീരീസും ഈ ബ്ലോഗും കാര്യങ്ങളൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്യാനും എഫേർട്ട് ഇടാനൊരു ടൈം കിട്ടിയില്ല. അതുകൊണ്ടാണ് ഞാൻ കുറച്ചൊന്ന് ഡിലേ ചെയ്തത്. ഐ തിങ്ക് അറൗണ്ട് 6 to 7 months ആയി തോന്നുന്നുണ്ട് ലാസ്റ്റ് നമ്മൾ ലിനക്സിൻ്റെ വീഡിയോ ഉണ്ട്. നെക്സ്റ്റ് വീഡിയോ തുടങ്ങുമ്പോൾ ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ ദിസ് സീരീസ് ഈസ് മൈ ഡ്രീം സീരീസ്. എന്തായാലും ഞാൻ ഇത് കംപ്ലീറ്റ് ചെയ്യുന്നത് ഞാൻ അന്നേ പറഞ്ഞായിരുന്നു. സോ അത് ഞാൻ തെറ്റിക്കുന്നില്ല, നമ്മളൊരു സീരീസ് കംപ്ലീറ്റ് ചെയ്യാൻ പോവാണ്. ഇനി മുതൽ റെഗുലറായിട്ട് വീഡിയോസ് വരുന്നതായിരിക്കും. ഞാൻ ജോബ് റിസൈൻ ചെയ്തു, ഫുൾ ടൈം ടു മൈ സ്റ്റാർട്ടപ്പ് ആൻഡ് ബ്ലോഗിങ് ടെക് ആ ഒരു ഏരിയയിലോട്ട് പോവാണ്. ഫുൾ ടൈം ടെക് ആൻഡ് ബിസിനസ് അങ്ങനത്തെ കാര്യങ്ങളിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുകയാണ്. സോ ഇനി അങ്ങോട്ട് നമുക്ക് വളരെ എൻഗേജിങ് ആയിട്ടുള്ള നിങ്ങൾ പലപ്പോഴും പലർക്കും ഈ ലിനക്സ് അല്ലെങ്കിൽ കോഡിംഗ് എന്ന് പറയുന്നത് ബോറായിട്ട് തോന്നും. അപ്പോൾ അത് മാറ്റി നമ്മളൊരു വളരെ എൻഗേജിങ് ആയിട്ടുള്ള രീതിയിൽ, അതായത് ഒരുപാട് എപ്പിസോഡ്സ് പോകും. ഒരു എപ്പിസോഡ്സിന് വളരെ കുറച്ച് കൺസെപ്റ്റ് മാത്രമേ നമ്മൾ ഡീൽ ചെയ്യുള്ളൂ. അപ്പോൾ അത് നമ്മൾ കുറച്ചുകൂടി അടിപൊളിയായിട്ട് കുറച്ചുകൂടി സെറ്റപ്പ് കുറച്ച് അടിപൊളിയാക്കിയിട്ട് ചെയ്യാനുള്ളൊരു പ്ലാനാണ്. സോ ഈ കുറച്ച് അങ്ങോട്ട് മാറി വെക്കും. സോ വാട്ട് ഹാപ്പൻഡ് വാട്ട് ഐ പ്ലാനിങ് ദാറ്റ് നമ്മളൊരു ഇത് എന്താ പറയുക, ലിനക്സിൻ്റെ സീരീസ് ഞാൻ ആക്ച്വലി വിചാരിച്ചൊരു 2-3 വീഡിയോസും കൂടി റെക്കോർഡ് ചെയ്തിട്ട് അത് സ്റ്റോപ്പ് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. ബട്ട് ഇപ്പം ഞാൻ ആലോചിക്കുന്നത് നമുക്ക് എന്തുകൊണ്ട് വളരെ ഡീറ്റെയിൽഡായിട്ട് കുറച്ച് ഫണ്ണും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ചൊരു വ്ളോഗിങ് സ്റ്റൈലിൽ നമുക്ക് അത് സീരീസ് കൊണ്ടുപോയാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. അതായത് വെറും കോഡിങ് മാത്രമല്ല, ഹൗ ഐ ഹൗ ഐ മേക്ക് ആൻഡ് കൺട്രോൾ, ഹൗ ഐ മാനേജ് മൈ ലൈഫ് സ്റ്റൈൽ ആൻഡ് മൈ സിസ്റ്റംസ് ആൻഡ് മൈ ടെക് സ്റ്റഡീസ് ആൻഡ് ജോബ് എവറിത്തിങ്. അതൊക്കെ എങ്ങനെ ഞാൻ മാനേജ് ചെയ്യുന്നു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരു ലൈഫ് സ്റ്റൈൽ വ്ളോഗ് പ്ലസ് ടെക് കോണ്ടന്റ്സ്, ആ ഒരു രീതിയിലാണ് ഞാനിപ്പം കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്. സോ ഇന്ന് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് അന്ന് നമ്മൾ ബാക്കി വെച്ച സ്ഥലത്ത് നിന്നാണ് നമ്മൾ തുടങ്ങാൻ പോകുന്നത്. അപ്പോൾ പ്രീവിയസ് വീഡിയോസ് കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക്സ് കൊടുക്കാം, അത് കണ്ടു നോക്കുക. ആൻഡ് ദെൻ നമ്മൾ ഇന്ന് ഡീൽ ചെയ്യാൻ പോകുന്നത് നമ്മളിന്നും എൻവയോൺമെൻറ്റ് സെറ്റപ്പ് ചെയ്യാൻ പോകണം. അപ്പം നമുക്ക് ഉബുണ്ടു സിസ്റ്റമാണ് വേണ്ടത്. സോ എൻ്റെ ഒരു സിസ്റ്റം ഉണ്ട്, ബട്ട് അതിനെന്തില്ല, ഡിസ്പ്ലേ ഇല്ല, മൗസ് ഇല്ല, കീബോർഡില്ല. ആകെ ഉള്ളതൊരു CPU യും ഒരു മറ്റ് മദർ ബോർഡും റാമ് ഗ്രാഫിക്സ് കാർഡ് അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ്. നമ്മൾ തൽക്കാലം ഒരു TV വെച്ചിട്ട് എക്സ്റ്റേണൽ മോണിറ്ററായിട്ട് കണക്ട് ചെയ്തിട്ട് ആ മോണിറ്ററിൽ നമ്മൾ എന്ത് ചെയ്യും, HDMI വഴി ഇത് കണക്ട് ചെയ്തിട്ട് മറ്റേ കീബോർഡും മൗസും ഒക്കെ സെറ്റ് ചെയ്ത് നമുക്കതൊന്ന് സെറ്റാക്കി എടുക്കണം. ആൻഡ് അഗൈൻ വൺസ് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞാൻ പാസ്വേഡ് പിന്നെയും മറന്നുപോയി. ആ ലിനക്സ് ഞാൻ ഒരു സ്ഥലത്ത് എഴുതി വെക്കണം എന്നതാണ്, എൻ്റെ പാസ്വേഡ് മറന്നുപോയി. സോ നമുക്ക് എന്ത് ചെയ്യണം, ഒന്നും കൂടി എന്ത് ചെയ്യണം, ലിനക്സ് സിസ്റ്റം ബൂട്ടബിൾ പെൻഡ്രൈവ് വഴി ഉണ്ടാക്കിയിട്ട് നമ്മളതിൽ ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പോൾ നമ്മൾ ഈ ബേസിക്കലി ഇതൊരു റീസ്റ്റാർട്ടാണ്. നിങ്ങൾ ഇനിയിപ്പോൾ പഴയ വീഡിയോസ് കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല, നമ്മൾ ഒന്നേ തൊട്ട് ഫ്രം സ്ക്രാച്ച് നമ്മൾ ഒന്നുകൂടി സ്റ്റാർട്ട് ചെയ്യാണ്. സോ അതിന് മുന്നേ ഞാൻ വാട്ട് ഈസ് ലിനക്സ് എന്നുള്ളതൊരു ഐഡിയ പറഞ്ഞുതരാം. സോ Linux is an open source operating system. What is operating system? നമ്മുടെ ഉള്ള മൊബൈൽ ഫോൺ ആയിക്കോട്ടെ അല്ലെങ്കിൽ ലാപ്ടോപ്പ്, എവറിത്തിങ് ഹാസ് എ ഹാർഡ്വെയർ. ഈ ഹാർഡ്വെയറിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് എന്ത്, ഓപ്പറേറ്റിംഗ് സിസ്റ്റം. എക്സാക്ട്ലി അങ്ങനെയൊന്നുമല്ല, നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയാണ് ഇങ്ങനെ പറഞ്ഞത്. സോ നമ്മളിപ്പോൾ ഒരു വിൻഡോസിലൊരു ക്ലിക്ക് ബട്ടൺ ഞെക്കുമ്പോൾ ആക്ച്വലി അവിടെ സംഭവിക്കുന്നത് പ്രോസസ്സറിൻ്റെ ഉള്ളിൽ ചില ട്രാൻസിസ്റ്റേഴ്സ് ഓൺ ആവുകയും ഓഫ് ആവുകയും ചെയ്യുന്നു. സോ ഇങ്ങനെയാണ് ആക്ച്വലി അതാണ് ചെയ്യുന്നത്. ചാർജുകളാണ് ബേസിക്കലി ഇവിടെ എന്ത് ചെയ്യുന്നത്, ആക്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതിന് ഇലക്ട്രോണിക്സ് എന്ന് പറയുന്നത്. ബിക്കോസ് ഇറ്റ്സ് കൺട്രോളിങ് ഇലക്ട്രോൺസിൻ്റെ മൂവ്മെൻറ്റ്സിനെ കൺട്രോൾ ചെയ്യുക, അതിൻ്റെ ഫ്ലോ കൺട്രോൾ ചെയ്യുക. അത് വെച്ചിട്ട് അങ്ങനെയുള്ളൊരു ഐഡിയയിലാണ് ഈ എല്ലാ ഡിജിറ്റൽ സാധനങ്ങളും വർക്ക് ചെയ്യുന്നത്. സോ ഞാൻ കൂടുതൽ അതിൻ്റെ ഇൻഡെപ്തിലോട്ട് പോയി നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. നമുക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്താണെന്നുള്ളത് അത് കുറച്ചും കൂടി ഡീപ്പറായിട്ട് നിങ്ങൾക്ക് പഠിക്കണം. അപ്പം ജസ്റ്റ് ഇപ്പോഴത്തെ ഒരു എന്താ പറയുക, ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയില്ലെങ്കിൽ ജസ്റ്റ് ChatGPT ചെയ്താൽ മതി. ജസ്റ്റ് നല്ല രീതിയിൽ കറക്റ്റ് നിങ്ങൾ മനസ്സിലാക്കി തരും. സോ ആൻഡ് ദെൻ ഹൗ ടു പ്രോംപ്റ്റ്
ദാറ്റ് വിൽ ഓൾസോ കവർ. നമ്മൾ ഈ സീരീസ് AI ഏജൻസും അതിൻ്റെ ഹെൽപ്പോടുകൂടി ചെയ്യുന്നത്. AI പവേർഡ് അല്ലെങ്കിൽ AI ബേസ് ചെയ്തിട്ട്. ഇപ്പോൾ ഇന്നത്തെ കാലത്ത് AI എല്ലായിടത്തും ഭയങ്കരമാണ്. അപ്പോൾ നമ്മൾ AI യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ ലേൺ ചെയ്യാം, AI യൂസ് ചെയ്തുകൊണ്ട് നമുക്കിങ്ങനെ കാര്യങ്ങൾ പഠിക്കാം എന്നുള്ള കാര്യം കൂടി നമ്മൾ ഈ ഒരു ഇതിൽ പറയും. സോ ദാറ്റ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ബൂട്ടബിൾ പെൻഡ്രൈവ് ഉണ്ടാക്കുന്നു. അത് വെച്ച് നമ്മൾ നമ്മുടെ സിസ്റ്റം വീണ്ടും അതിലുള്ള ലിനക്സ് ഡിലീറ്റ് ചെയ്തിട്ട് വീണ്ടും പുതിയ ലിനക്സ് എന്ത് ചെയ്യും നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പോവാണ്. സോ അതാണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന വേറൊരു കാര്യം. സോ ദാറ്റ്സ് ഓൾ. ഓക്കെ, ആൻഡ് ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത്, സോ നമ്മളിപ്പം എന്ത് ചെയ്തു, ലൈക്ക് വി ഡിഡ് സംതിങ് ഇൻ പോട്ടെ, ഓക്കെ അത് തരല്ല പോട്ടെ. ഓക്കെ, അപ്പോൾ നമ്മൾ ബൂട്ടബിൾ ചെയ്തിട്ട് എന്തൊക്കെ ചെയ്യണമെന്ന്, നമ്മളിപ്പം ബൂട്ടബിൾ എടുത്തിട്ട് നമ്മൾ ഓൾറെഡി ഉള്ള ഉബുണ്ടു അതിൽ ഇറേസ് ചെയ്തിട്ട് പുതിയ ഉബുണ്ടു ഇൻസ്റ്റാൾ ചെയ്യണം. പുതിയ ഉബുണ്ടു ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ, ആദ്യം തന്നെ ഷെൽ സ്ക്രിപ്റ്റിലോട്ടൊന്നും കിടക്കുന്നില്ല. നമ്മൾ ആദ്യം GNOME TX2 എന്ന് പറഞ്ഞിട്ട് ഉബുണ്ടു നമുക്ക് കുറച്ച് UI കുറച്ച് കസ്റ്റമൈസേഷൻ ചെയ്യാൻ പറ്റും. അതെങ്ങനെ ചെയ്യുന്നത് പഠിക്കും. ആൻഡ് ദെൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്ക്രീൻ റെക്കോർഡർ അതിൽ ഇൻസ്റ്റാൾ ചെയ്യണം, പിന്നെ VLC ഇൻസ്റ്റാൾ ചെയ്യണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ അങ്ങനെ കുറച്ച് ഇൻസ്റ്റാളേഷനും പ്രോഗ്രാംസും നമ്മുടെ ആ ഒരു വോയിസ് നമുക്ക് എനിക്ക് അപ്പീലിംഗ് ആയ രീതിയിൽ ഞാൻ മോഡിഫൈ ചെയ്യും. അത് നിങ്ങൾക്ക് കാണിച്ചു തരും. എന്നിട്ട് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അത് റെഫർ ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ രീതിയിൽ എന്ത് ചെയ്യുക, ഈ ബണ്ടുവിനെ മോഡിഫൈ ചെയ്യുക. അപ്പം ഈ സീരീസ് കാണുന്ന എല്ലാവരുടെ അടുത്തും ഇനീഷ്യലി നിങ്ങൾ കീപ്പ് ചെയ്യേണ്ടത് ഒരു പഴയ ലാപ്ടോപ്പ്, എത്ര പഴയതായാലും കുഴപ്പമില്ല, മിനിമം ഒരു 4GB റാമും ഒരു 1TB HDD ആൻഡ് i3 പ്രോസസർ ആൻഡ് ഡീസെൻറ്റ് എമൗണ്ട് ഓഫ് ഗ്രാഫിക്സ് ആണ്. ഇതിൽ കൂടാം, കുറയരുത്. ബേസിക് ഇത്രയെങ്കിലും വേണം. കാരണം ഇപ്പം ഉബുണ്ടുവിൻ്റെ ലേറ്റസ്റ്റ് വേർഷനൊക്കെ അത്യാവശ്യം ഹെവിയാണ്. സോ അതൊന്ന് നോക്കാം. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു, ലേറ്റസ്റ്റ് വേർഷൻ ഉബുണ്ടു അതിങ്ങനെ ഫ്ലാഷ് ഡ്രൈവ് ചെയ്യാം, അതായത് USB ബൂട്ടബിൾ അങ്ങനെ ബിൽഡ് ചെയ്യാം. ആ ബൂട്ടബിൾ യൂസ് ചെയ്ത് എങ്ങനെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം, അത് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമ്മൾ അതിനകത്ത് കസ്റ്റമൈസേഷൻ എങ്ങനെ ചെയ്യാം. എന്നിട്ട് പിന്നെ നോർമൽ കമ്പ്യൂട്ടിങ് ടാസ്കുകളിലെ നമുക്ക് എക്സൽ അങ്ങനത്തെ സാധനങ്ങൾ, എക്സലൊക്കെ നമുക്ക് ഗൂഗിൾ ഷീറ്റും കാര്യങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പ്രൊഡക്ടിവിറ്റി കൈൻഡ് ഓഫ് സാധനങ്ങൾ ഉബുണ്ടുവിൽ എങ്ങനെ ചെയ്യാം എന്നുള്ളത് ഒരു വീഡിയോ, അങ്ങനെയുള്ള സെറ്റപ്പ് ഒക്കെയാണ് നമ്മൾ ഇനി അടുത്ത കുറച്ച് വീഡിയോസിൽ ചെയ്യാം. ആഫ്റ്റർ ദാറ്റ് നമ്മൾ ഷെൽ സ്ക്രിപ്റ്റിലോട്ട് കിടക്കും. ആൻഡ് ദെൻ നമ്മൾ എന്ത് ചെയ്യും, ഷെൽ സ്ക്രിപ്റ്റ് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഉബുണ്ടുവിൽ ഒരു ഉബുണ്ടുവിൽ .deb എന്ന് പറഞ്ഞ രീതിയിലുള്ള സിസ്റ്റം സോഫ്റ്റ്വെയർസ് ഉണ്ട്. അപ്പോൾ ഉബുണ്ടുവിലെ സിസ്റ്റം സോഫ്റ്റ്വെയർ ബിൽഡ് ചെയ്യും. നമ്മൾ പൈത്തൺ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. അത് കുറച്ചുകൂടി എളുപ്പമാണ്. അപ്പം നമുക്ക് അത് നിങ്ങൾ കമൻറ്റ് ചെയ്യും. പൈത്തൺ വേണോ, C വേണോ, C++ വേണോ, അതോ ജാവ വേണോ, ഓർ ജാവ സ്ക്രിപ്റ്റ് വേണോ, ഏത് ലാംഗ്വേജ് വെച്ചിട്ട് നമ്മളൊരു പ്രോബ്ലം, ഒരു സോഫ്റ്റ്വെയർ പ്രോഡക്റ്റ് നമ്മൾ ലിനക്സിൽ ബിൽഡ് ചെയ്യണം എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. സോ അത് ഞാനൊരു പോളാക്കി ഇടാം. അത് കമൻറ്റ് ചെയ്തിട്ട് വി ക്യാൻ സേ അത് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു സീരീസിൽ നമുക്ക് ചെയ്യാം. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേയ്സ്. അത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഉബുണ്ടു മാറ്റും, ഉബുണ്ടു വീണ്ടും ഡിലീറ്റ് ചെയ്തിട്ട് വേറെയും ലിനക്സ് ഡിസ്ട്രിബ്യൂഷൻസ് ഉണ്ട്, ലൈക്ക് ആർച്ച് ലിനക്സ്, ഫെഡോറ, ലിനക്സ് മിന്റ്. ഇതൊക്കെ എന്ത് ചെയ്യും, ഇതൊക്കെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് ട്രൈ ഔട്ട് ചെയ്തിട്ട് അതിൻ്റെയൊക്കെ കസ്റ്റമൈസേഷൻസ് കാര്യങ്ങൾ, അതിൻ്റെയൊക്കെ ഷെൽ സ്ക്രിപ്റ്റ് കാര്യങ്ങൾ എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യും. ലിനക്സ് മിന്റിൻ്റെ ഷെൽ സ്ക്രിപ്റ്റും ലിനക്സ് ഉബുണ്ടുവിൻ്റെ ഷെൽ സ്ക്രിപ്റ്റും ചെറിയ ഡിഫറൻസ് ഉണ്ട്. അതൊക്കെ വെക്കും. അതിലൊക്കെ നമ്മൾ ഓരോ ഓരോ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലും ഓരോ പ്രോജക്റ്റ് നമ്മൾ ചെയ്യും. അതൊക്കെ എന്താണ് നമ്മുടെ ഡൈസിക് സൊല്യൂഷൻ്റെ GitHub അക്കൗണ്ടിലുണ്ടാവും. സോ അത് നിങ്ങളുടെ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് അപ്പോൾ നമ്മൾ എവിടെ നിർത്തി ഒരു ഇടയ്ക്കൊരു കോഡ് വന്നത് ഞാനൊന്ന് പോസ് ആയത്. സോ നമ്മൾ എന്ത് ചെയ്യുന്ന ഓരോ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലും ഓരോ പ്രോജക്റ്റ് ചെയ്യും. അപ്പോൾ അതൊക്കെ എൻ്റെ ഡൈസിക് സൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ട് എൻ്റെ സ്റ്റാർട്ടപ്പിൻ്റെ GitHub അക്കൗണ്ടിലായിരിക്കും ഉണ്ടാവും. അതിൻ്റെ ലിങ്ക് ഞാനിവിടെ കൊടുക്കാം. അത് GitHub ഓർഗനൈസേഷനാണ്, അതിൻ്റെ ലിങ്ക് ഞാനിവിടെ കൊടുക്കാം. അതിൽ നിങ്ങളെല്ലാവരും കയറാം, ഫോളോ ചെയ്യാം. അപ്പോൾ എൻ്റെ പേഴ്സണൽ GitHub ഫോളോ ചെയ്യാം. സോ അതൊക്കെ നമുക്ക് അതിൽ ചെയ്യാൻ പറ്റും. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദ തിങ്. എന്നാൽ നമുക്കിനി എല്ലാ കാര്യങ്ങളോട് കിടക്കാം. സോ ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ.